ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും പ്രിലിംസ് എക്സാം കഴിഞ്ഞു. എന്താണ് എക്സാമിൻ്റെ ഒരു അവസ്ഥ? ഇത് ടഫാണോ എളുപ്പമാണോ? ഇതിനെ പറ്റിയിട്ടുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ പേര് അസീം അക്രം, ഞാൻ സൈലത്തിൻ്റെ അക്കാഡമി ഹെഡാണ്. നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുകയാണ്. അപ്പോൾ ലെറ്റ്സ് കട്ട് ദി ക്രാപ്പ്. കാര്യത്തിലോട്ട് കടക്കാം. എക്സാം വാസ് ടഫ് ഇൻ സെവറൽ വേസ്. എക്സാം ടഫായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഒരു രണ്ടഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. എക്സാം ടഫ് തന്നെയായിരുന്നു. ടഫാണെന്ന് മാത്രമല്ല, അത് പല രൂപത്തിൽ ടഫായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ചേഞ്ച്. ഒരു 2 to 3 years കൂടുമ്പോഴേക്കും പാറ്റേണിൽ ഒരു ചേഞ്ച് വരാറുണ്ട്. 2023 വന്നൊരു വലിയ പാറ്റേൺ ഷിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് കട്ട് ഓഫ് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊല്ലവും നമുക്ക് ഈ ഒരു പാറ്റേൺ ഷിഫ്റ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എമർജ് ചെയ്തു എന്നുള്ളതും അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കൂടുതലാണെന്നുള്ളതും ആസ്പിറൻസിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ വൈ ഐ ആം സെയിങ് ദാറ്റ് ദി എക്സാം വാസ് ടഫ് ഈസ് ദാറ്റ് എക്സാം വാസ് ടു ലെങ്തി. നല്ല ലെങ്തി ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഒരു പേജിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ മാത്രമേ UPSCക്ക് സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ 4 to 5 ടൈംസ് ആയിട്ട് പ്രിലിംസ് വളരെ ഈസിലി ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് പോലും എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സോ എക്സാം വാസ് ടു ലെങ്തി. അതുകൊണ്ട് തന്നെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തെ റീസൺ, അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. നീഷ ഏരിയാസ്, നമ്മൾ പൊതുവെ വന്നിട്ടില്ലാത്ത ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ 2013-12 സമയങ്ങളിൽ എന്തോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ കാണാത്ത കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യത്തെ പ്രിലിംസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ട ഒരു 5-6 ചോദ്യം. പിന്നെ ടു മച്ച് ഒബ്സഷൻ വിത്ത് ഗവൺമെൻറ് പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഗവൺമെൻറ് പ്രോഗ്രാംസും ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ട് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് IR-ൻ്റെ രൂപത്തിലാകാം, ഗവൺമെൻറ് സ്കീംസിൻ്റെ രൂപത്തിലാകാം, പോളിസീസിൻ്റെ രൂപത്തിലാകാം. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഗവൺമെൻറ് സ്കീംസ്, ഗവൺമെൻറ് പോളിസീസ്, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ ഹയർ നമ്പർ ഓഫ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു രീതിയിലും ഒരു ലോജിക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതേപോലുള്ള ഒരു മെത്തേഡോ യൂസ് ചെയ്യാൻ പറ്റാത്ത, എയ്തർ വി നോ ഓർ വി ഡോണ്ട് നോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ടു മച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഈ പ്രാവശ്യം കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അടുത്തൊരു റീസൺ വൈ ഐ ആം സെയിങ് ദാറ്റ് ദി എക്സാം വാസ് ടഫ് ഈസ് ദാറ്റ് വെരി ലെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം പൊളിറ്റി. ഈ പൊളിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ നിന്ന് വരും. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് പൊതുവേ ആസ്പിറൻസിന് ഗ്യാരൻറ്റീഡാണ്. കാര്യം മോസ്റ്റ്ലി ദേ ആർ ആസ്കിങ് ഫ്രം ലക്ഷ്മികാന്ത് ഉള്ളി. അപ്പോൾ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുന്നൊരു 20 മാർക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും, അല്ലേ? അക്രോസ് ദി സ്റ്റേറ്റ് എല്ലാവർക്കും ഈ പറയുന്ന ഒരു സർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ നിന്ന് എപ്പോഴും കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം പൊളിറ്റിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു എന്ന് മാത്രമല്ല, ലക്ഷ്മികാന്തിൽ നിന്നല്ലാത്ത ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ടാക്കിൾ ചെയ്യാനായിട്ട് ആസ്പിറൻസ് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ടഫാണ് എന്നുള്ളതിന് പിന്നിലുള്ളത് ഹയർ നമ്പർ ഓഫ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഹയർ നമ്പർ ഓഫ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ 2 വർഷങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ആസ്പിറൻറ്റ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സ് മാഗസിൻസും അല്ലെങ്കിൽ ഒരു ആനുവൽ മാഗസിൻസൊക്കെ വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കിട്ടാത്ത ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. നമ്മൾ പൊതുവെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നല്ലാത്ത കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഇയർ ബുക്ക് പോലുള്ള ബുക്കുകളിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും ചോദിച്ചതായിട്ട് ഈ വർഷം അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ആസ്പിറൻസ് അത്രമാത്രം പ്രിപ്പയർഡ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നൊരു റീസൺ എക്സാം എന്തുകൊണ്ട് ടഫാണെന്നുള്ളതിൻ്റെ പിന്നിലുള്ളത് ഡെപ്താണ്.
ഡെപ്ത്ത്, അതായത് നമ്മൾ പൊതുവെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു NCERT ലെവൽ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അതിനേക്കാളും ഡെപ്തിലോട്ട് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് എനിക്ക് വളരെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി കമ്മിങ് ടു ഹിസ്റ്ററിയിൽ 20ഓളം ചോദ്യങ്ങളാണ് ഹിസ്റ്ററി പ്ലസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്തുനിന്ന് ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോഴും ചില ചോദ്യങ്ങൾ നമുക്ക് ഒരു രീതിയിലും ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. വളരെ ഡെപ്തിലോട്ട് അവർ പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു 10 to 15 ക്വസ്റ്റ്യൻ മാത്രമാണ് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എളുപ്പത്തിൽ കിട്ടാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഒരു ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഹാർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ് വളരെ കൂടുതൽ. അതിൻ്റെ കൂട്ടത്തിൽ ഈ അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു പാറ്റേൺ, ടു മച്ച് ലെങ്ത്ത്, ഇതെല്ലാം കൊണ്ടും ആസ്പിറൻസിന് ഇത് ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പേപ്പർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കട്ട് ഓഫാണ്. കട്ട് ഓഫിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ടൊരു $1 million ക്വസ്റ്റ്യൻ അല്ലേ. കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു 2025 ലെവൽസിനേക്കാളും കട്ട് ഓഫ് എന്താണെങ്കിലും താഴെ പോയേ മതിയാവും. കാര്യം വളരെ കൃത്യമായിട്ടുള്ളൊരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഡിഫിക്കൽട്ടി ലെവലിലുള്ള വലിയൊരു വ്യത്യാസം, ഡിസ്പാരിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കട്ട് ഓഫ് കുറച്ചുകൂടി അടിയിലോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെദർ ഇറ്റ് കംസ് ഡൗൺ ടു 2023 ലെവൽ, 2023 കട്ട് ഓഫിലോട്ട് ഇത് വരുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. കാര്യം 2023 കട്ട് ഓഫ് 75 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് UPSCയുടെ തന്നെ ഹിസ്റ്ററിയിലൊരു ഓൾ ടൈം ലോ കട്ട് ഓഫ് ആയിരുന്നു അത്. പക്ഷെ അതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് CSATും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് CSATൻ്റെ എക്സാം നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ CSATൻ്റെ പരീക്ഷയും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഒരു ലെവലിലോട്ടൊക്കെ കട്ട് ഓഫ് കുറയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്, ലാസ്റ്റ് ഇയറിൽ ഉള്ള കട്ട് ഓഫിനേക്കാളും എന്താണെങ്കിലും താഴേണ്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 5 പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി എക്സാം ടഫായിട്ട് ഫീൽ ചെയ്തു. വെറ്ററൻസ് ആയിട്ടുള്ള ആസ്പിറൻസിനോട് സംസാരിച്ച സമയത്തും വളരെ എളുപ്പത്തിൽ വളരെ കൂളായിട്ട് എക്സാം പാസ്സാകുന്ന സ്റ്റുഡൻസിന് പോലും എക്സാം ടഫാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്, മൾട്ടിപ്പിളായിട്ട് പ്രിലിംസ് പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സൊക്കെ എക്സാം ടഫാണെന്നാണ് പറയുന്നത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരോട് സംസാരിച്ച സമയത്ത് അവർക്ക് ഒരു ഡിഫിക്കൽട്ടായിരുന്നു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. കുറച്ച് കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്നുള്ള രീതിയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ് എന്ന് പറയുന്നത് കൊണ്ട് കട്ട് ഓഫ് എന്താണെങ്കിലും കുറയേണ്ടതാണ്. ഇനി ഏതെങ്കിലും ആസ്പിറൻസിന്, ഏതെങ്കിലും കാൻഡിഡേറ്റ്സിന് അഡ്വാൻറ്റേജ് ഈ ഒരു എക്സാമിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ആർക്കും തന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു പരീക്ഷയായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദി കൺട്രി അക്കാഡമീസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇതേപോലത്തെ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് ആരും പ്രിപ്പയർഡ് അല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അൺപ്രഡിക്റ്റബിലിറ്റി മാത്രമാണ് UPSCയുടെ ഒരേ ഒരു കോൺസ്റ്റൻറ്റ്. നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട് UPSCയുടെ ഫുൾ ഫോം അൺപ്രഡിക്റ്റബിൾ സൈക്കോ സർവീസ് കമ്മീഷൻ എന്നാക്കണമെന്ന് പറയാറുണ്ട്. ആ ഒരു സൈക്കോ സ്വഭാവം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ത്രൂ ഔട്ട് ദി പേപ്പർ വിസിബിളാണ്. അപ്പം ഒരു കാൻഡിഡേറ്റിനും ഒരു പെർട്ടിക്കുലർ അഡ്വാൻറ്റേജ് കിട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ഒരു വഴിയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോമ്പറ്റീഷൻ ഇപ്പോൾ എക്സാം എളുപ്പമാണെങ്കിലും എക്സാം ടഫ് ആണെങ്കിലും കോമ്പറ്റീറ്റീവ് ആണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് തന്നെയായിരിക്കും മാർക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യത. പക്ഷെ ഇതിലൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടതുണ്ട്. ഞാൻ നമ്മുടെ കുട്ടികളോട് കണ്ടിന്യൂസ്ലി പല രൂപത്തിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എക്സാമിൽ ഹാളിൽ കയറുന്ന സമയത്ത് പാറ്റേൺ ചേഞ്ചിന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോവുക. നമുക്കറിയാത്ത ചോദ്യങ്ങൾ കണ്ടാൽ പോലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക, കറേജിയസ് ആയിരിക്കുക, പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുക, ഫോക്കസ്ഡ് ആയിരിക്കുക. ആ രീതിയിൽ കമ്പോസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആസ്പിറൻസിന് സ്കോർ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ആളുകൾ ഈ എക്സാമിൽ വന്നേക്കുന്നൊരു മാറ്റം കാണുമ്പോൾ തന്നെ അതിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറേജിയസ് ആയിട്ട് നിന്നിട്ടുള്ള ആ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്തിട്ടുള്ള എക്സാം ഹാളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടൺ
ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ചെയ്ത് പോയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും എക്സാം എളുപ്പമായിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാർഡ് വർക്കിനെയും സ്മാർട്ട് വർക്കിനെയും ബീറ്റ് ചെയ്യാനായിട്ട് ഒന്നിനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു വഴിയിലൂടെ ഈ പരീക്ഷ എന്താണെങ്കിലും ഈ കൊല്ലത്തെ പാസ്സാകാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ UPSC ചെയർമാൻ തന്നെ ഇപ്രാവശ്യം പുതിയൊരു നോട്ടിഫിക്കേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് UPSC പ്രൊവിഷണൽ ആൻസർ കീ വൈകാതെ തന്നെ സബ്മിറ്റ് ചെയ്യും, പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു പുതിയൊരു പ്രൊസീജിയറാണ് നമ്മൾ ഈ കൊല്ലം കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അക്കാഡമീസിൻ്റെ അൺഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മാർക്ക് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൊല്ലം അങ്ങനെ ആയിരിക്കില്ല. ഈ കൊല്ലം UPSC തന്നെ അവരുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇറക്കുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊവിഷണൽ കീയിൽ എറേഴ്സ് ഉണ്ടോ, തെറ്റുകളുണ്ടോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഡിസ്കഷന് വിധേയമാക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അസ് ആൻ അക്കാഡമി, അസ് ടീച്ചേഴ്സ് നമ്മളെല്ലാവരും അതിൻ്റെ പിറകിലുണ്ട്. കുട്ടികൾ നമ്മളോട് റീച്ച് ഔട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീയിലുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ എല്ലാവരുടെയും ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാണെങ്കിൽ UPSC അങ്ങനെ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയൊരു അൺസർട്ടനിറ്റി ഇതുകൊണ്ട് ഒഴിവാകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. പിന്നെ അതേപോലെ തന്നെ ഒരു 75+ മാർക്ക് GS പേപ്പർ 1 കിട്ടുന്ന ആളുകൾ ഒബ്വിയസ്ലി നമ്മൾ മെയിൻസ് ക്ലിയർ മെയിൻസ് കോൾ വരുമായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. കട്ട് ഓഫായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് പേപ്പർ 2 കൂടി കഴിയുന്നതോട് കൂടിയിട്ട് നടത്താം. സൈലം എന്താണ് വിചാരിക്കുന്നത് ഒരു കട്ട് ഓഫ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണെങ്കിലും എല്ലാവരും എക്സാം മോശമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. UPSCയിൽ എപ്പോഴും കാണുന്ന പോലത്തെ ഒരു പാറ്റേൺ ഷിഫ്റ്റ് മാത്രമേ നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നുള്ളൂ. എക്സാമിൻ്റെ ടഫ്നെസ്സിന് ഏറ്റക്കുറച്ചിലുകൾ എല്ലാ കൊല്ലങ്ങളിലും വരാറുണ്ട്. ഈ പ്രാവശ്യം അതൊരു ഡിഫിക്കൽട്ട് സൈഡിൽ നിന്നു എന്നാണ് ഞങ്ങളെല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. എന്താണെങ്കിലും എല്ലാ ആസ്പിറൻസിനും ബെസ്റ്റ് വിഷസ്. നമുക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പഠനം വൈകാതെ തന്നെ തുടങ്ങാം. താങ്ക് യു.